നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം വിധി എഴുതാൻ വോട്ടിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. ഇന്ന് രാവിലെ വരെ മുഖ്യമന്ത്രി തെലങ്കാന മന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോൻ എന്ന് വിളിച്ചതാണ് ചർച്ചയായിരുന്നതെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പാലക്കാട് മണ്ഡലം ഇത്തവണ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലമാണ്. ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ആരോപിതയായിരിക്കുന്നത് മറ്റാരുമല്ല, NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടിയിട്ട് അവിടെ പാലക്കാട് ഉള്ള ഒരു അമ്മയ്ക്ക്, പ്രായമായിട്ടുള്ള ഒരു അമ്മയ്ക്ക് പൈസ നൽകി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വോട്ടിന് നോട്ട് ആരോപണത്തിന് വലിയ വിമർശനമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും BJPക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല, ഇതിനു മുൻപ് ഈ ആരോപണം ഉയർന്നു കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോണിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിൽ ഏഷ്യാനെറ്റ് അടക്കം പുറത്തുവിടുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ വോട്ടിന് സാരി വിതരണം ചെയ്തെന്നും ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ്. പാലക്കാട് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വോട്ടിനായി ശോഭാ സുരേന്ദ്രൻ പണവും സാരിയും നൽകുന്നുവെന്നാണ് CPM-ഉം കോൺഗ്രസും ആരോപണം ഉയർത്തിയിരുന്നത്. ഇന്നാണ് അതിന്റെ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പെരിയാരിയിലെ വീടുകളിൽ BJP പ്രവർത്തകർ സാരി നൽകുന്നതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി നേരിട്ടെത്തി സാരി വിതരണം ചെയ്തു എന്ന ആരോപണവുമുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് സാരി വിതരണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഒരേപോലുള്ള സാരി ധരിച്ചെത്തിയതിലും ആക്ഷേപമുണ്ട്. NDA കേന്ദ്രങ്ങളിൽ നിന്ന് കൈമാറിയ സാരിയാണ് ഇതെന്നാണ് ആക്ഷേപം. വോട്ടിന് നോട്ടും സാരി വിതരണം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പാലക്കാട് SP-ക്കും പരാതി നൽകുകയും ചെയ്തു. വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കെ മെഴുവേലി പഞ്ചായത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനും CPM പട്ടുസാരികൾ വിതരണം ചെയ്തതായി ചില ആരോപണങ്ങൾ മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഉയർന്നു വരുന്നുണ്ട്. ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പട്ടുസാരികൾ നൽകി മന്ത്രി വീണ ജോർജിന് വോട്ട് ഉറപ്പിക്കാനാണ് നീക്കമെന്നാണ് ഉയരുന്ന മറ്റൊരു ആക്ഷേപം. മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് നെജോ മെഴുവേലി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയത്. വോട്ടെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തിലെ സ്വാധീനമുള്ള വിഭാഗങ്ങളായ ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും സാരികൾ വിതരണം ചെയ്തു. ഈ സാരി വിതരണത്തിലൂടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചതായി ആരോപണമുണ്ട്. ഇത്തരം പ്രലോഭനങ്ങളിൽ മെഴുവേലിയിൽ അമ്മമാർ വീണു പോകില്ലെന്നും വോട്ടിലൂടെ മെഴുവേലി ഇതിന് മറുപടി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുറിച്ചു. ഹർഷിലയുടെ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതേസമയം പാലക്കാട് BJPക്കെതിരായ വോട്ടിന് നോട്ട് ആരോപണത്തിൽ പ്രാഥമിക പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമെത്തിയ സ്ത്രീ വയോധിക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഇടപെടുകയായിരുന്നു. BJP പ്രവർത്തക പണം നൽകിയിട്ടില്ലെന്നാണ് വയോധികയും കുടുംബവും പരിശോധനയിൽ പറഞ്ഞതെന്നും വീട്ടിലെത്തി അന്വേഷണം നടത്തിയ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പൈസയൊന്നും തന്നിട്ടില്ലെന്നും ദൃശ്യങ്ങളിൽ കാണുന്ന പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണെന്നും വീട്ടുകാർ വിവരിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പുറത്തുനിന്ന് വന്നവർ പണം തന്നിട്ടില്ലെന്നും അവർ പറഞ്ഞതായി ഫ്ലൈയിങ് സ്ക്വാഡ് അറിയിച്ചു. ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മാധ്യമങ്ങളോട് ആദ്യം പണം ലഭിച്ചെന്ന് പറഞ്ഞതടക്കമുള്ളപ്പോൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞങ്ങളോട് പണം തന്നിട്ടില്ലെന്നാണ് വയോധിക മറുപടി നൽകിയതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയതെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫ്ലൈയിങ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും അവർ വിവരിച്ചു. കണ്ണാടി പഞ്ചായത്തിലെ അരുവക്കുറിശി സ്വദേശി ദേവു എന്ന വയോധികയ്ക്കാണ് BJP പ്രവർത്തകർ പണം നൽകിയതായി ആരോപിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് ജില്ലാ കളക്ടറോടും അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പരാതി ഉയർന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. വയോധികയുടെ മൊഴിയും ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ സംഭവത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നും അധികൃതർ വ്യക്തമാക്കി.
മരണവീട് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ശോഭാ സുരേന്ദ്രനും സംഘവും തൊട്ടടുത്ത വീട്ടിലെ വയോധികയുമായി സംസാരിച്ചത്. ഈ സമയം പണം കൈമാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സ്ഥാനാർത്ഥി ക്ഷുഭിതയായി സംസാരിക്കുന്നതും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ടാവും. സ്ഥാനാർത്ഥിയുടെ ഈ പെരുമാറ്റം ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും സംഭവ സമയത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പണം വിതരണം നടന്നിട്ടില്ലെന്നും വ്യക്തിപരമായ സന്ദർശനത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും BJP നേതൃത്വം പ്രതികരിച്ചു. വയോധികയുടെ വെളിപ്പെടുത്തൽ തങ്ങളുടെ വാദത്തിന് കരുത്തേകുന്നതാണെന്ന് BJP അവകാശപ്പെടുന്നു. അതേസമയം വയോധികയെ സ്വാധീനിച്ചാണ് മൊഴി മാറ്റിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പണം കൈപ്പറ്റിയ കാര്യം വയോധിക ആദ്യം സമ്മതിച്ചിരുന്നുവെന്നും പിന്നീട് ഭീഷണിക്ക് വഴങ്ങിയാണ് പെൻഷൻ തുകയാണെന്ന് പറയുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള BJPയുടെ സംഘടിത നീക്കമാണിതെന്ന് കാണിച്ച് കോൺഗ്രസ് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണം ശോഭയ്ക്കെതിരെയും നടക്കും. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് തെളിഞ്ഞാൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേസെടുക്കാൻ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകും. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമ നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഏതായാലും ഇനി വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് വളരെ നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളും പാലക്കാട് മണ്ഡലത്തിൽ ഉയരുന്നത്.